ഡോക്ടർ മോഹൻ വർഗീസ്, സൗദി അറേബ്യക്കെതിരെ നാവിക ഉപരോധ പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണല്ലോ യമനിലെ ഹൂത്തികൾ. സൗദിയുമായി ബന്ധപ്പെട്ട എല്ലാത്തരം നാവിക ഗതാഗതത്തിനുമുള്ള നിരോധനം പ്രസ്താവന പുറത്തിറക്കിയ നിമിഷം മുതൽ നിലവിൽ വന്നതായാണ് ഹൂത്തി സൈനിക വക്താവ് യഹ്യ സരി അൽ മസീറ ടെലിവിഷനിലൂടെ അറിയിച്ചിരിക്കുന്നത്. സൗദിയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കമുണ്ടായാൽ അതിശക്തവും സമഗ്രവുമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഈ സന വിമാനത്താവളത്തിന് നേരെ സൗദി അറേബ്യ വ്യോമാക്രമണം നടത്തിയെന്ന് ആരോപിച്ച് ഹൂത്തികൾ സൗദി ലക്ഷ്യമാക്കി മിസൈലുകൾ അയച്ചതോടെ വർഷങ്ങളായി നിലനിന്നിരുന്ന ശാന്തത തകർന്നതാണ് ആ പ്രദേശത്ത്. അപ്പോൾ ഹൂത്തി സൗദി പ്രശ്നം, പുതിയ പ്രശ്നം ഈ മേഖലയാകെ അല്ലെങ്കിൽ ഈ മേഖലയെ എങ്ങനെ ബാധിക്കും? സൗദി അറേബ്യ വേഴ്സസ് ഹൂതീസ് ഇൻ യമൻ, ഇതാണല്ലോ നറേറ്റീവ്. ദീർഘകാലമായി തുടരുന്ന വിഷയം. കൃത്യമായി പറഞ്ഞാൽ 2014 മുതൽ കാര്യങ്ങൾ കൈവിട്ട് തുടങ്ങി. അതിപ്പോൾ ഒരു പ്രത്യേക ഫ്ലാഷ് പോയിന്റിൽ എത്തി നിൽക്കുന്നു. അത് സൗദിയും ഹൂതിയും തമ്മിലുള്ള പ്രശ്നമല്ല, ഇപ്പോൾ ഇറാനും സൗദി അറേബ്യയും തമ്മിലുള്ള വിഷയമായി ഒരു ലാർജർ കോണ്ടെക്സ്റ്റിൽ ഓൾറെഡി വളർന്നു കഴിഞ്ഞു. ഇപ്പോൾ അത് ഫ്ലാഷ് പോയിന്റിലെത്തിയെന്ന് ചിന്തിക്കാൻ കാരണം സൗദി കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതാദ്യമായിട്ടല്ല ഹൂതികൾ കപ്പലുകളെ ആക്രമിക്കുന്നത്, പക്ഷേ പരസ്യമായി സൗദി അറേബ്യയുടെ എണ്ണ കപ്പലുകളെ അല്ലെങ്കിൽ ഓയിൽ ടാങ്കേഴ്സിനെ, മറ്റു കപ്പലുകളെ തെരഞ്ഞുപിടിച്ച് തങ്ങൾ ആക്രമിക്കും, അതുകൊണ്ട് ബാബൽ മന്ദേബ് തങ്ങളായിരിക്കും നിയന്ത്രിക്കുന്നത്, സൗദി കപ്പലുകൾക്ക് പ്രവേശനമില്ല എന്ന ശാസനയാണ് ഹൂതികളുടെ ഭാഗത്തു നിന്ന് വന്നത്. അതിനവരെ പ്രകോപിപ്പിച്ചത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ ആഴ്ച ഈ ഖബറടക്ക ശുശ്രൂഷയ്ക്ക് ശേഷം, അതായത് മഷാദിൽ വെച്ച് നടന്ന ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനിയുടെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഹൂതി നേതാക്കൾ തിരിച്ചെത്തി. സ്വാഭാവികമായി അവർ വന്നിറങ്ങേണ്ടത് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമനിലെ സന വിമാനത്താവളത്തിലാണ്. പക്ഷേ സന വിമാനത്താവളത്തിൻ്റെ റൺവേയിൽ വിമാനം ഇറങ്ങാൻ കഴിയാത്ത രീതിയിൽ സൗദി റോക്കറ്റുകൾ അല്ലെങ്കിൽ സൗദി വിമാനങ്ങൾ അറ്റാക്ക് നടത്തിയിരിക്കുന്നു. അതുകൊണ്ട് സനയിൽ ഇറങ്ങാൻ കഴിഞ്ഞില്ല, മറ്റൊരു നഗരത്തിൽ ആ വിമാനത്തിന് ഇറങ്ങേണ്ടി വന്നു. അത് മുതൽ തന്നെ ഹൂതികൾ കട്ട കലിപ്പിലാണ് സൗദി അറേബ്യയോട്. അതിന് മുൻപ് തന്നെ കലിപ്പിലാകാനുള്ള കാരണം ഹൂതി കേന്ദ്രങ്ങളിലേക്ക് നിരന്തരമായി സൗദിയുടെ ആക്രമണം സംഭവിക്കാറുണ്ട്. തിരിച്ചും സൗദി അറേബ്യയുടെ തെക്കൻ ഭാഗത്തുള്ള അല്ലെങ്കിൽ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ചെങ്കടൽ തീരത്തുള്ള എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ, എണ്ണപ്പാടങ്ങൾക്ക് നേരെ നിരന്തരമായി കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടായി ഹൂതികളുടെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ബന്ധം വളരെ വഷളാണ്. ഈ ഒരു ഗോത്ര വിഭാഗമാണ് ഹൂതികൾ. അൽ ഹൂതി നയിച്ചിരുന്ന ഒരു കൂട്ടം ആളുകൾ, പ്രവാചക പരമ്പരയിൽ പെടുന്നവരെന്ന് അവകാശപ്പെടുന്ന ഒരു വിഭാഗം, അവർ ഷിയ മുസ്ലിങ്ങളാണ്. സ്വാഭാവികമായി ഇറാനുമായി ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. അവർക്ക് അവരുടേതായ കസ്റ്റംസ് ഉണ്ട്, അവർക്ക് അവരുടേതായ ഒരു ഭരണ വ്യവസ്ഥയുണ്ട്, അവരുടെ കയ്യിൽ അധികാരമുണ്ടായിരുന്ന ഒരു കാലത്ത്. പക്ഷേ യമൻ്റെ സർക്കാർ നിയന്ത്രിക്കുന്നത് സൗദി പക്ഷപാതിയായ ഒരു വ്യക്തിയും അദ്ദേഹം നേതൃത്വം നൽകുന്ന ഒരു ഗവൺമെൻറ്റുമാണ്. അതാണ് അന്താരാഷ്ട്ര സമൂഹം അംഗീകരിച്ച ഗവൺമെൻറ് ഓഫ് യമൻ നയിക്കുന്നത് സൗദിയുടെ കൂടെ പരിഗണനയുള്ള ഒരു നേതാവാണ്. അപ്പോൾ ആ ഒരു ഭരണകൂടത്തെ അംഗീകരിക്കാതെ യമൻ്റെ തന്ത്രപ്രധാനമായ പടിഞ്ഞാറൻ ഭാഗങ്ങൾ, അവിടെയാണ് ചെങ്കടൽ, അവിടെയാണ് ചെങ്കടലിലേക്കുള്ള പ്രവേശന മാർഗം. അറബിക്കടലിൽ നിന്നും ഏദൻ ഉൾക്കടലിലേക്ക് കടക്കുകയും ഗൾഫ് ഓഫ് ഏഡനിൽ നിന്നും ചെങ്കടലിലേക്ക് പ്രവേശിക്കുന്ന വളരെ വീതി കുറഞ്ഞ കുപ്പിക്കഴുത്ത് പോലെയുള്ള ഒരു കടലിടുക്ക്, അതാണല്ലോ ബാബൽ മന്ദേബ്. ആ ഭാഗത്തെ ഹൂതികൾ ശക്തരാണ്. അതിന് കിഴക്ക് ഭാഗത്താണ് ഹൂതികളുടെ തീരപ്രദേശം. അങ്ങനെ ഹൂതികൾ നിയന്ത്രിക്കുന്ന ബാബൽ മന്ദേബ് എന്ന വിശേഷണം വന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഹൂതികൾ വലിയൊരു ശക്തിയൊന്നുമല്ല, പക്ഷേ അവർക്ക് അവരുടേതായ ഒരു സാമൂഹിക വ്യവസ്ഥിതിയുണ്ട്. അവർക്ക് ചെറുകിട മിസൈലുകളും റോക്കറ്റുകളും ഉണ്ടാക്കാൻ സാധിക്കും. അതിനേക്കാൾ പ്രധാനമായി ഇറാനിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ പരമ്പരാഗതമായി ഹൂതികളുടെ കൈവശം എത്തിയിരുന്നു. അത് ഇറാനിൽ നിന്ന് മാത്രമുള്ള ആയുധങ്ങളാണോ, ചൈനീസ് നിർമ്മിതവും റഷ്യൻ നിർമ്മിതവും ആയ ആയുധങ്ങളും ഹൂതികൾ ഉപയോഗിച്ചിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിനെതിരെ പോലും ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ 2500-3000 കിലോമീറ്റർ അകലെ കിടക്കുന്ന രാജ്യമാണ് ഇസ്രയേൽ എന്ന് ഓർക്കണം. അപ്പോൾ സൗദി അറേബ്യയുടെ മുഴുവൻ ഭൂമിയും കടന്ന് ഇസ്രയേലിൻ്റെ മണ്ണിൽ പതിക്കത്തക്ക രീതിയിൽ തെക്ക് നിന്നുകൊണ്ട് ഹൂതികൾ ആക്രമണം നടത്തി. അത് ടെലവീവ് നഗരത്തിനെതിരെയും ഹൈഫൈക്കെതിരെയും എല്ലാം തന്നെ ആക്രമണം ഹൂതികളുടെ ഭാഗത്ത് നിന്ന് പരമ്പരാഗതമായി ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴല്ല മുൻകാലങ്ങളിൽ. അപ്പം ഹൂതികളെ
പൂർണ്ണമായി എഴുതി തള്ളാനാവില്ല. അകലക്കിടക്കുന്ന ഇസ്രയേലിനെ വരെ ആക്രമിക്കാൻ തയ്യാറാകുന്ന ഹൂതികൾക്ക് തൊട്ട് മുൻപിലൂടെ, മൂക്കിന് മുന്നിലൂടെ പാസ് ചെയ്യുന്ന കപ്പലുകളെ നിഷ്പ്രയാസം ആക്രമിക്കാൻ സാധിക്കുമെന്നതാണ് തിയറി. ഇപ്പോൾ ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടോ, റോക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടോ, ചെറുകിട ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ ചെറിയ ഗൺ ബോട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടോ ബാബൽ മന്ദേബ് കടന്നു വരുന്ന കപ്പലുകളെ നിഷ്പ്രയാസം ആക്രമിക്കാൻ ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് കൊണ്ട് ഹൂതികൾക്ക് കഴിയും. ഇതാണ് ഇറാൻ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത്. ഇപ്പോൾ ഇറാൻ പറഞ്ഞു, ഇറാനെതിരെയുള്ള അമേരിക്കയുടെ ആക്രമണം കഠിനമാകുമ്പോൾ ഹൂതികളെ തങ്ങൾ സഹായത്തിന് വിളിക്കും എന്ന ഇറാൻ നേരത്തെ തന്നെ പറഞ്ഞു വച്ചിരുന്നു. അതിപ്പോൾ പ്രാവർത്തികമായിരിക്കുകയാണ്. ഹൂതികൾ ആക്റ്റീവായി യുദ്ധരംഗത്തേക്ക് വന്നു. എന്തുകൊണ്ട് ഇതുവരെ ഹൂതികൾ ആക്റ്റീവായി യുദ്ധരംഗത്തേക്ക് ഇറങ്ങിയില്ല എന്നതായിരുന്നു സംശയം. ഇപ്പോഴത്തെ ഹൂതികളും യുദ്ധരംഗത്തേക്ക് വരുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഒരു കപ്പൽ പോലും ഹൂതികൾ ഈ റൗണ്ടിൽ ചെങ്കടൽ മുക്കിയിട്ടില്ല. പക്ഷേ പല കപ്പലുകളും ആക്രമിച്ച് കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ മുക്കിക്കളയുകയോ ചെയ്ത ഒരു ചരിത്രം ഹൂതികൾക്കുണ്ട്. അത് സൗദി കപ്പലുകൾ മാത്രമല്ല, അമേരിക്കൻ കപ്പലുകളുണ്ട്, അമേരിക്കൻ അനുകൂല രാജ്യങ്ങളുടെ കപ്പലുകളുണ്ട്. അതുകൊണ്ട് ഹൂതികൾക്ക് അവരവരുടേതായ ആക്രമണ സന്നാഹങ്ങളുണ്ട്. അത് ഫലപ്രദമായി നിർവഹിക്കാൻ പറ്റുന്ന ഒരു സേനാ ഘടകവുമുണ്ട്. അതുകൊണ്ട് ബാറ്റിൽ ഹാർഡൻഡായ ഒരു കൂട്ടം ഫൈറ്റേഴ്സാണ് ഹൂതികൾക്കുള്ളത്. വേണമെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത രീതിയിൽ ആക്രമണം നടത്താൻ ട്രെയിൻഡായ ആളുകൾ എന്ന് വേണമെങ്കിൽ വിവക്ഷിക്കുകയും ചെയ്യാം. പക്ഷേ നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു പോരാട്ടത്തിലാണ് ഹൂതികളും. അതുകൊണ്ട് ഈ സൗദി അറേബ്യയുടെ ഒരു സ്ട്രെങ്ത്, അമേരിക്കയുടെ പിൻബലമുണ്ട് സൗദിക്ക്, സൗദിയുടെ സ്വന്തം ആയുധശക്തിയുണ്ട്, എല്ലാം അമേരിക്കയിൽ നിന്ന് കിട്ടുന്നതാണ്. ട്രെയിൻഡാണ്, ഒരു പരമ്പരാഗതമായ ഒരു സംവിധാനമുണ്ട്, ശക്തമായ എയർഫോഴ്സ് ഉണ്ട്. ഹൂതികൾക്ക് വിമാനമൊന്നുമില്ലല്ലോ, ഹൂതികൾക്ക് പിന്നെ എയർക്രാഫ്റ്റുകളൊന്നുമില്ല, മിസൈലുകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ആക്രമണം നടന്നത്, പിന്നെ ഗൺ ബോട്ടുകൾ. അതുകൊണ്ട് ഹൂതി കോൺഫ്ലിക്റ്റ് ആയിരിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായി ലോകം ചർച്ച ചെയ്യുന്നത്. ഏറെ ഭയക്കാനുള്ളത് സൗദിക്ക് തന്നെയാണ്. കാരണം എന്തുകൊണ്ടാണ്? സൗദിയുടെ എണ്ണപ്പാടങ്ങൾ പലതും ചിതറിക്കിടക്കുക, സ്കാറ്റേർഡാണ്, പലതും പേർഷ്യൻ ഗൾഫ് തീരത്താണ്. പക്ഷേ അവിടെ ഗതാഗതം ദുസ്സഹമാകുമ്പോൾ പേർഷ്യൻ ഗൾഫ് തീരത്ത് നിന്നുള്ള എണ്ണ നേരെ സൗദിയുടെ മുഴുവൻ വിട്ടും കടന്ന് ഇങ്ങ് പടിഞ്ഞാറൻ തീരത്തുള്ള ചെങ്കടലിൻ്റെ തുറമുഖങ്ങളിലേക്ക് സൗദി പമ്പ് ചെയ്യുന്നു. അതാണ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ അല്ലെങ്കിൽ ഓയിൽ പൈപ്പ് ലൈൻ, ഹ്യൂജ് പൈപ്പ് ലൈൻസാണ്. അതിലൂടെ പമ്പ് ചെയ്ത് എത്തിക്കുന്ന എണ്ണ ചെങ്കടൽ വഴി വിപണനം ചെയ്യാം. ഇപ്പം UAE ബുദ്ധിമുട്ടുമ്പോഴും അല്ലെങ്കിൽ ഖത്തറും ബഹ്റൈനും കുവൈറ്റും ഇറാഖും ഒക്കെ സഫക്കേറ്റ് ചെയ്യുമ്പോഴും അവരെല്ലാം പേർഷ്യൻ ഗൾഫിലൂടെ മാത്രം പുറത്തു പോകാവുന്ന, ബാബൽ മന്ദേബ് അല്ല, അവർക്ക് പേർഷ്യൻ ഗൾഫാണ്. പേർഷ്യൻ ഗൾഫിൽ നിന്നും ഹോർമൂസ് വഴി മാത്രം പുറത്തു പോകാവുന്ന രാജ്യങ്ങൾക്ക് ഹോർമൂസ് അടച്ചിടുമ്പോൾ അവരെല്ലാം ചോക്ഡ് ആവുകയാണ്. പക്ഷേ സമാനമായ രീതിയിലല്ല സൗദി കാര്യങ്ങളെ കാണുന്നത്. സൗദിക്ക് 2 എക്സിറ്റ് പോയിന്റുകളാണ്. ഒന്ന് ബാബൽ മന്ദേബാണ്, അതാണ് ചെങ്കടൽ മേഖലയിലെ സൗദി അറേബ്യയുടെ എക്സിറ്റ് പോയിന്റ്. അതുപോലെ തന്നെ വടക്കൊരു എക്സിറ്റ് പോയിന്റ് ഉണ്ട്, അത് തെക്കോട്ട്. 2 രീതിയിലാണ്. സൗദിയുടെ ചെങ്കടൽ തീരത്തെ തുറമുഖങ്ങളിൽ നിന്നും തെക്കോട്ട് സഞ്ചരിച്ചാൽ ബാബൽ മന്ദേബ് കടന്ന് ഏഡൻ ഉൾക്കടലിൽ എത്തുകയും ഏഡൻ ഉൾക്കടലിൽ നിന്നും അറബിക്കടലിലേക്കും ഇന്ത്യൻ സമുദ്രത്തിലേക്കും ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും പോകാൻ കഴിയും. പ്രത്യേകിച്ച് ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ ഉൾപ്പെടെ പോകുന്നത് അങ്ങനെയാണ്. അവിടെയാണ് ഹൂതികൾക്ക് നിയന്ത്രിക്കാൻ കഴിയുക. രണ്ടാമത്തെ എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൂതികൾക്ക് നേരിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല, അത് അകലെയാണ്. അത് സൂയസ് കനാലാണ്. വടക്കോട്ട് സൗദി തുറമുഖങ്ങളിൽ നിന്നും, സൗദിയുടെ പടിഞ്ഞാറൻ ചെങ്കടൽ തുറമുഖങ്ങളിൽ നിന്നും വടക്കോട്ട് സഞ്ചരിച്ചാൽ എത്തിച്ചേരുന്നത് മനുഷ്യനിർമ്മിതമായ സൂയസ് കനാലിലേക്കാണ്. സൂയസ് കനാൽ വഴി കടന്നു കഴിഞ്ഞാൽ അത് മധ്യധരണ്യാഴിയിലേക്ക്, അതായത് മെഡിറ്ററേനിയൻ കടലിലേക്ക് കടക്കുകയും യൂറോപ്പിലേക്ക് എണ്ണ വിതരണവും ചരക്ക് വിതരണവും നടക്കുകയും ചെയ്യും. സൗദിയോടുള്ള എസെൻഷ്യൽ സപ്ലൈസ് അവിടെ നിന്ന് ലഭിക്കും. പക്ഷേ ബാബൽ മന്ദേബ് ഒരുപക്ഷെ ഹൂതികൾ വിചാരിച്ചാൽ അടച്ചിടാം. പക്ഷേ വടക്കോട്ടുള്ള യാത്ര അങ്ങനെ ഹൂതികൾക്ക് നിയന്ത്രിക്കാൻ ആവില്ല. പക്ഷേ സൗദിയുടെ തുറമുഖങ്ങളിലേക്ക്, പ്രത്യേകിച്ച് ഓയിൽ ടെർമിനലുകളിലേക്ക് വേണമെങ്കിൽ മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ട് ഭീതിതമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ഹൂതികൾക്ക് കഴിയും. അതാണ് ഹൂതികളുടെ വൺ ട്രംപ് കാർഡ്. രണ്ടാമത്തേത്, ഇപ്പം തന്നെ പേർഷ്യൻ ഗൾഫ് ബ്ലോക്ക്ഡ് ആണ്, അതിലൂടെ കപ്പലുകൾ കടന്നു പോകാനാവില്ല. പിന്നെ ഉള്ളത് ഗ്ലോബൽ ട്രേഡിൻ്റെ പിന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് ബാബൽ മന്ദേബ് വഴി കടന്ന് ഗൾഫ് രാജ്യങ്ങളുടെ ഒന്നുമല്ല കേട്ടോ, ചൈനയുടെയോ
റഷ്യയുടെയോ ഇന്ത്യയുടെയോ യൂറോപ്പ് ലക്ഷ്യമാക്കി പോകുന്ന കപ്പലുകൾക്ക് കടന്നു പോകാവുന്ന പ്രധാനപ്പെട്ട പാതയാണ് ബാബൽ മന്ദേബ്. ബാബൽ മന്ദേബ് ഹൂതികൾ നിയന്ത്രിച്ചാൽ ഈ കപ്പലുകൾക്ക് അങ്ങോട്ട് വരാനാവില്ല. ഇപ്പോൾ സൗദിയിലേക്ക് ഉൾപ്പെടെ ചരക്കെത്തിക്കാൻ കപ്പലുകൾക്ക്, പടിഞ്ഞാറൻ തുറമുഖങ്ങളിലേക്ക് ചരക്കെത്തിക്കാൻ കപ്പലുകൾക്ക് വരാനാവില്ല. പൂർണ്ണമായി ഈ ഏതാണ്ട് 25 മുതൽ 35 കിലോമീറ്റർ വരെ വീതിയുള്ള ചില ഭാഗങ്ങളുണ്ട്. വളരെ നാരോ ആണ്. ഒരു കടലിനെ സംബന്ധിച്ചിടത്തോളം ഈ 10-30 കിലോമീറ്റർ ദൈർഘ്യമെന്ന് പറയുന്നത് വളരെ ചെറുതാണ്. ആ ഭാഗം കംപ്ലീറ്റ്ലി കലുഷിതമാവുകയാണെങ്കിൽ ഹൂതികൾ അത് നിർബന്ധപൂർവം മിസൈലുകൾ അയച്ച്, നിരന്തരം മിസൈലുകൾ അയച്ച് ആക്രമിക്കുകയാണെങ്കിൽ അതിലെ കപ്പലുകൾക്ക് പോകാനാവില്ല. ലോക വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 7% മൊത്തം എണ്ണയല്ല, മൊത്തം വ്യാപാരത്തിൻ്റെ, ലോക ട്രേഡിൻ്റെ 7% കടന്നു പോകുന്ന പോയിന്റാണ്, ആ ചോക്ക് പോയിന്റാണ് ബാബൽ മന്ദേബ്. ഒരുപക്ഷെ പേർഷ്യൻ ഗൾഫിനേക്കാൾ പ്രധാനം ചെങ്കടലാണ്, ഒരുപക്ഷെ ഹോർമൂസിനേക്കാൾ പ്രധാനം ബാബൽ മന്ദേബാണ്. എന്തുകൊണ്ട്? ഹോർമൂസിലേക്കുള്ളത് എണ്ണയാണ് പ്രധാനമായും, അല്ലെങ്കിൽ ആ പേർഷ്യൻ ഗൾഫ് മേഖലയിലേക്കുള്ളതാണ്. അവിടെ കടന്നു കഴിഞ്ഞാൽ, ഈ പേർഷ്യൻ ഗൾഫിൽ കടന്നാൽ അവിടുന്ന് വേറെ കടലിലേക്ക് ആക്സസ് ഇല്ല. പക്ഷേ ചെങ്കടലിലേക്ക് കടന്നാൽ അവിടുന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് സൂയസ് വഴി പോകാനാവും. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ കണ്ടെയ്നർ ട്രാഫിക്കിൻ്റെ 20%, ലോകത്തിൻ്റെ ആകമാന ട്രാഫിക്കിൻ്റെ, ചരക്ക് ഗതാഗതത്തിൻ്റെ 7%, എണ്ണ ഗതാഗതത്തിൻ്റെ ഏതാണ്ട് 20-25% നീങ്ങുന്നത് അതുവഴിയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഹോർമൂസ് അടയ്ക്കപ്പെടുമ്പോൾ ബാബൽ മന്ദേബിൻ്റെ പ്രസക്തി കൂടുകയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് ബാബൽ മന്ദേബ് നിയന്ത്രിക്കുന്നത് ആരോ അവരായിരിക്കും ആ പ്രദേശത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. പക്ഷേ ഇത് എത്ര കാലം ഹൂതികൾക്ക് ഇത് നിയന്ത്രിക്കാനാവും? സംശയമാണ്. സൗദി അറേബ്യ മേ ഇൻവോൾവ് ഇൻ എ ഡയറക്റ്റ് ക്ലാഷ് വിത്ത് ഹൂതീസ്. ഇപ്പോൾ ഹൂതി കേന്ദ്രങ്ങൾ, സൗദി വിമാനങ്ങൾ നിരന്തരം ബോംബ് ചെയ്യാനുള്ള സാധ്യത ഇനിയുള്ള നാളുകളിൽ തള്ളിക്കളയാനാവില്ല. കാരണം ഹൂതികളെ ഇറാനെ ആക്രമണത്തിൽ പൂർണ്ണമായി പരാജയപ്പെടുത്താനാവില്ല. നമുക്കറിയാം, അത്ര വലിയ രാജ്യമാണ്, അത്ര വലിയ ഭൂവിസ്തൃതിയാണ്. ഹൂതികൾ സാമാന്യം ചെറിയ ഒരു പ്രദേശത്ത് കൺഫൈൻഡാണ്. അവരുടെ താവളങ്ങളിലേക്ക് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുമോ അതോ സൗദി നടത്തുന്ന ആക്രമണത്തെ പിന്തുണയ്ക്കുമോ അറിയില്ല. ഹൂതികൾ സൗദിയെ ഞെരുക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സ്വാഭാവികമായി സൗദിയുടെ ഭാഗത്തു നിന്ന് തിരിച്ചടി ഉണ്ടാകും. സൗദി ഈസ് ഹെവിലി ആംഡ് എന്നോർക്കുക. അതെല്ലാം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, അമേരിക്കൻ മറ്റു കാര്യങ്ങൾ. വേണമെങ്കിൽ ഒരു കരയുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യത പോലും തള്ളിക്കളയാനാവില്ല. ആ പ്രദേശം മുഴുവൻ ഹൂതികളെ എവിക്റ്റ് ചെയ്യുന്ന രീതിയിൽ സൗദി അറേബ്യയ്ക്ക് ആ പ്രദേശം മുഴുവൻ പിടിച്ചെടുക്കാനാവുമോ? അത് ദീർഘമായ പ്രക്രിയയാണ്. അത് ക്ഷിപ്രസാധ്യമായ ഒരു കാര്യമല്ല. ഒരു കരയുദ്ധം ഇപ്പോൾ ഇസ്രായേൽ വിചാരിച്ചിട്ട് ഗാസയുടെ മണ്ണ് പൂർണ്ണമായി കൈവടക്കപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അപ്പോൾ സൗദി വിചാരിച്ചാൽ ഹൂതികൾ നിയന്ത്രിക്കുന്ന യമൻ്റെ പ്രദേശം പൂർണ്ണമായി ഫിസിക്കലി കരയുദ്ധത്തിലൂടെ കൈവശപ്പെടുത്താൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ആ സാഹസത്തിന് സൗദി മുതിർന്നാലും ഞാൻ അത്ഭുതപ്പെടില്ല. ആ രീതിയിൽ കാര്യങ്ങൾ എത്തി നിൽക്കാതിരിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. അതുകൊണ്ട് ലോക വ്യാപാരം സുഗമമായി നടക്കണമെങ്കിൽ 2 കടലിടുക്കുകൾ, ഹോർമൂസ് കടലിടുക്കും, ബാബൽ മന്ദേബ് കടലെടുക്കും, പൂർണ്ണമായി നാവിഗബിൾ ആവണം. ആ ആഗ്രഹമാണ് ലോകത്തിന്. ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് നിലനിൽക്കാൻ ആവണം. അതുകൊണ്ട് യുദ്ധം 2 കടലെടുക്കുകളെയും നിയന്ത്രിക്കുന്ന രീതിയിലേക്ക് യുദ്ധം വളർന്നു കഴിഞ്ഞാൽ ഓരോ വീട്ടിലും തീ പുകയുമ്പോൾ ആലോചിക്കണം. മറ്റ് പലരും സംയമനം പാലിക്കുന്നതുകൊണ്ടും സുഗമമായി കപ്പലോട്ടം നടക്കുന്നതുകൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. പക്ഷേ ലോകത്തെ ഒരു മാന്ദ്യം സഹിക്കാനാവില്ല. 2008-2009 മാന്ദ്യത്തിന് ശേഷമുള്ള ഭീകരമായ മാന്ദ്യത്തിൻ്റെ സൂചനകൾ ലോകത്ത് കാണുന്നു. ആ രീതിയിൽ മാന്ദ്യം ഉണ്ടാകാതിരിക്കട്ടെ, ഉൽപ്പാദന നഷ്ടമുണ്ടാകാതിരിക്കട്ടെ, വിതരണ ശൃംഖല, സപ്ലൈ ചെയിൻ തുടർന്നും നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹൂതികൾക്കും സൗദിക്കും വിവേകം ഉണ്ടാവട്ടെ എന്നും അമേരിക്ക അനാവശ്യമായ ഇടപെടലിലൂടെ സംഘർഷം കൂടുതൽ വഷളാക്കാതിരിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ടും അവസാനിപ്പിക്കട്ടെ. നമസ്കാരം.